ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദീപ്തി വേദയുടെ റൂമിൽ നിന്ന് ആ സംസാരം കേട്ടപ്പോൾ അതിലിങ്ങനെ കൊട്ടി നോക്കുവാണ്. അപ്പോൾ വേദ ഞെട്ടിപ്പോയി. ആരാന്ന് ചോദിച്ചേ. അപ്പോൾ ദീപ്തി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ആരാന്ന് ഒന്നും മിണ്ടുന്നില്ല, കൊട്ടിക്കൊണ്ട് തന്നെ ഇരിക്കുക. വേദ നേരത്തേക്കും പെട്ടെന്ന് വിക്രത്തോട് ബാത്റൂമിലേക്ക് വിളിക്കാൻ പറഞ്ഞു. വിക്രം ബാത്റൂമിലേക്ക് വിളിക്കാൻ പോയ സമയത്തിന് ദീപ്തി ഡോറിൽ കൊട്ടിയിട്ട് അപ്പുറത്തെ റൂമിൻ്റെ വാതിൽ തുറന്നിട്ട് അതിനകത്ത് കയറി ഇങ്ങനെ ഒളിച്ച് നിൽക്കുവാണേ. അപ്പോഴത്തേക്കും വേദ വന്ന് ഡോറ് തുറന്നപ്പോൾ ആരെയും കാണാനില്ല. എന്നിട്ട് വേദ ഇങ്ങനെ നോക്കി വെച്ച് വേദ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ വേദ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഈ സ്റ്റെയർ വഴി താഴേക്ക് പോയി നോക്കുവാണ് ആരെങ്കിലും ഉണ്ടോയെന്ന്. അപ്പോഴേക്കും ദീപ്തി പതുക്കെ ഓടി അകത്തേക്ക് കയറി, അതായത് വേദയുടെ റൂമിലേക്ക് കയറി. വേദ പോയ പോക്കിന് അപ്പോഴത്തേക്കും വേദ ഓടി അകത്തേക്ക് വന്നപ്പം നീ ഇതിനെ മുറിയിലൊക്കെ കയറി ഇറങ്ങി പോകും നോക്കാൻ പറഞ്ഞു. ഇതിനകത്ത് നിന്നൊരു സംസാരം ഞാൻ കേട്ടു, അതിനുത്തരം വേദച്ചി പറഞ്ഞ് ഞാൻ പോകാം എന്നും പറഞ്ഞുകൊണ്ട് പറയുക. അപ്പോഴത്തേക്കും വിക്രം ബാത്റൂമിൽ നിന്ന് ഇത് കേൾക്കുക. അപ്പോൾ ഇതിനകത്ത് ആരും സംസാരിച്ചില്ലല്ലോ എന്ന് വേദ. അപ്പോൾ ഞാൻ ഫോണിൽ എന്ന് പറയുമ്പോൾ മതി, ഫോണിൽ സ്പീക്കറിട്ട് സംസാരിക്കായിരുന്നു എന്നല്ലേ പറയാൻ വരുന്നത്. അന്നേരം ദീപ്തി ഞാൻ പറഞ്ഞു നിന്ന് കേൾക്കാൻ പറഞ്ഞു. സത്യം അറിയാതെ ഞാൻ പോവില്ല എന്ന് തന്നെ ദീപ്തി തറപ്പിച്ച് പറയുക വേദയോട്. വേദ പെട്ടു. ദീപ്തി എന്നിട്ട് ഒറ്റക്കാലിൽ അവിടെ തന്നെ അങ്ങ് നിൽക്കുകയാണ്. എന്നിട്ട് തറഞ്ഞി പോകുള്ളൂ എന്നുള്ള വാശിയിൽ. അപ്പോഴേക്കും വേദ ഡോർ അടച്ച് കുറ്റിയിട്ടു. അപ്പോൾ നീ ഇവിടെ ഇരി, നമുക്ക് സംസാരിക്കാമെന്ന് വേദ പറയുവാണ്. അതിനു മുൻപ് ഒരു കാര്യം നീ മനസ്സിലാക്കണമെന്ന് വേദ ദീപ്തിയോട് പറയുക. വരുണിൻ്റെ മരണത്തിന് കാരണക്കാരൻ വിക്രം അല്ല എന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദീപ്തി അത് ഇഷ്ടമല്ലാത്ത രീതിയിലിരിക്കും അത്രയും കേട്ടത്. വിക്രം ആ സമയത്ത് കൂട്ടുകാരോടൊപ്പം ക്ലബിലായിരുന്നു എന്ന് പറയുമ്പം മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. ദീപ്തി, ഞാൻ പറയുന്നത് നീ ആദ്യം ഒന്ന് കേൾക്കാൻ പറഞ്ഞു വേദ. ശ്രീനിവാസനോടൊപ്പം നടക്കുന്ന ഷാജി പുളിക്കൻ എന്ന ആള് മറ്റാർക്കോ വേണ്ടി ഏർപ്പാടാക്കിയതാണ് ഈ ഒരു കള്ളക്കഥ. അതിനുശേഷം ആ പുളിക്കൻ മുങ്ങി. വാസുവൻ പോലീസിൽ വിക്രത്തിനെതിരെ പരാതി കൊടുത്തു. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ വിക്രം ഒളിവിൽ പോയി. ആ ഒളിസ്ഥലം കണ്ടുപിടിച്ച് വാസുവൻ വിക്രത്തെ കൊല്ലാനായിട്ട് ശ്രമിച്ചുവെന്നും പിന്നെ അതറിഞ്ഞ് ഞാൻ വിക്രമിനെ എൻ്റെ കൂട്ടുകാരി ഇഷിതയുടെ അടുത്ത് എത്തിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ വേദ ദീപ്തിയോട് പറയുവാണ്. പിന്നെ ആ വെടിയുണ്ട എടുത്ത് മാറ്റി സ്റ്റിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു എന്ന് പറയുമ്പോഴത്തേക്കും ദീപ്തി നടുങ്ങി. ഇങ്ങോട്ടോ എന്ന് ചോദിച്ചു കേട്ടോ. അന്നേരം ഇങ്ങോട്ട് തന്നെ. വേദ അന്നേരം വിക്രം എന്ന് പറഞ്ഞ് വിളിച്ചു. വിക്രം അന്നേരം ഇറങ്ങിച്ചെല്ലുക. വിക്രത്തെ കണ്ടപ്പോൾ തന്നെ ദീപ്തി ഞെട്ടി കേട്ടോ. ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുക. ആ സമയത്ത് വിക്രത്തിൻ്റെ കാല വെടിയുണ്ട കൊണ്ട് വിക്രം ചട്ടിച്ചട്ടി ഇങ്ങനെ നടന്നു വരുമായിരുന്നു. വിക്രം അന്നേരം ഇവരുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നു. ഒരിക്കൽ ഞാനിത് നിന്നോട് പറയണമെന്ന് വിചാരിച്ചതാണെന്നും പക്ഷേ നീ വിക്രമനെയാണ് സംശയിക്കുന്നത് എന്ന് അറിഞ്ഞപ്പം വേണ്ട എന്ന് വെച്ചതാണെന്ന് പറയുമ്പം വേദച്ചിപ്പി പറഞ്ഞതുകൊണ്ട് ഞാനിത് വിശ്വസിക്കണം എന്നാണോ എന്ന് ദീപ്തി വേദയോട് ചോദിക്കാം. അന്നേരം വേണ്ട, പകരം നീ ചെന്ന് അച്ഛനോട് വിക്രം ഇവിടെ ഉണ്ട് എന്ന് പറയാൻ പറഞ്ഞു. പോലീസ് വന്ന് അറസ്റ്റ് ചെയ്ത് വിക്രമിനെ ജയിലിൽ അടച്ച് കൊണ്ടുപോട്ടെ എന്ന് പറയാം. പക്ഷേ അതോടെ നമ്മുടെ അച്ഛൻ്റെ വില എന്താകുമെന്ന് നിനക്ക് അറിയില്ലേ എന്ന് വേദ ദീപ്തിയോട് ചോദിക്കുന്നു. പോലീസ് റെക്കോർഡ്സിൽ കൊലപാതകിയായ ഒരാളെ സംരക്ഷിച്ചത് നമ്മുടെ അച്ഛനായി എന്നാകും എഴുതി ചേർക്കുക. അത് നീ ഓർക്കണം. ജീവിതകാലം മുഴുവനും ആ പേര് പോവില്ല എന്നും വേദ പറയുവാണ്. അതുമാത്രമല്ല, വരുണിനെ ഇല്ലാതാക്കിയ യഥാർത്ഥ പ്രതി പുറത്ത് നിന്നെ നോക്കി ചിരിച്ച് നടക്കുകയും ചെയ്യുമെന്നുള്ള കാര്യവും വേദ ദീപ്തിയോട് പറയുന്നു. വിക്രം ഇതൊക്കെ കേട്ട് മിണ്ടാതെ അങ്ങനെ ഇരിക്കുക. ഇപ്പം നീ ഞങ്ങളുടെ കൂടെ ഒന്ന് നിൽക്കുക, യഥാർത്ഥ പ്രതിയെ കണ്ടെത്താൻ ഞങ്ങളെ ഒന്ന് സഹായിക്കുക എന്ന് വേദ ദീപ്തിയോട് പറയുക. അപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയാൻ എനിക്ക് മടിയൊന്നുമില്ല ദീപ്തി, ഞാനത് പറയുകയും ചെയ്യും. ദീപ്തി, ഇത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് വിക്രവും ദീപ്തിയോട് പറയുക. ജയിലിൽ പോകാനുള്ള പേടി കൊണ്ടൊന്നുമല്ല, ചെയ്തത് ആരാണെന്ന് തെളിയിക്കണമെന്ന് മനസ്സ് പറയുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. ഞങ്ങൾ പറയുന്നത് പോലെ ദീപ്തി ചെയ്യുകയാണെങ്കിൽ 7 ദിവസം കൊണ്ട് നമുക്ക് ഈ കേസ് തെളിയിക്കാമെന്നുള്ള കാര്യം വിക്രം ദീപ്തിയോട് പറയണം. അപ്പം ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ദീപ്തി അന്നേരം വിക്രത്തോട് ചോദിച്ചു. ഈ സമയത്ത് വേദ വേണ്ടുന്ന ഡീറ്റെയിൽ എല്ലാം ദീപ്തിക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ദീപ്തി അവരെ വിശ്വസിക്കുക കേട്ടോ. അതുപോലെ തന്നെ വിക്രവും ഈ കാര്യങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ദീപ്തി സമ്മതിച്ചു, എല്ലാ കാര്യങ്ങളും ഞാൻ കൂടെ നിന്ന് ചെയ്യാമെന്ന്. അപ്പോഴാണ് ഇതുങ്ങൾക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. പറഞ്ഞു തീർന്നില്ല. ദീപ്തി നേരെ വാസുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. ദീപ്തി വാസുവിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴത്തേക്കും വാസുവിൻ്റെ അനുയായികളൊക്കെ ഇങ്ങനെ അവിടെ നിൽപ്പുണ്ട്. എന്നിട്ട് ദീപ്തിയെ തന്നെ ഇവരിങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് ഈ വാസുവിൻ്റെ കൂടെയുള്ള ഒരാൾ ഫോൺ എടുത്ത്, സാറേ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അവിടെയുണ്ട് ഇവിടെയുണ്ട് എല്ലായിടത്തും ഉണ്ട് ഒറ്റുകാർ. അപ്പോൾ ദീപ്തിയാണെന്നെങ്കിൽ വാസുവിനെ കാണാനായിട്ട് അങ്ങ് ചെന്നു. എന്ന് പറഞ്ഞ് വിളിക്കാൻ തുടങ്ങിയപ്പോഴേക്കും വേണ്ടാന്ന് വെച്ചിട്ട് അച്ഛാ എന്നും പറഞ്ഞ് വിളിക്കുക കേട്ടോ. അപ്പോൾ ദീപ്തിയെ കണ്ടപ്പോഴത്തേക്കും വാസുവൻ ഞെട്ടിപ്പോയി. മോള് വാ ഇരിക്കുക എന്നും പറഞ്ഞ് വിളിച്ച് അടുത്തിരുത്തുകയും ചെയ്തു. വാസുവൻ ഇങ്ങനെ ആകെ തകർന്നിരിക്കുക അവിടെ. അപ്പോൾ ദീപ്തിക്ക്
ആകെ ഇതായിട്ട് ഇങ്ങനെ ദീപ്തി ഇരിക്കുന്നത്. അപ്പോൾ എന്ത് പറയണമെന്നറിയില്ല. അപ്പോൾ ദീപ്തി എന്നിട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ വരുണിൻ്റെ ഫോട്ടോയിൽ മാലയിട്ടിരിക്കുന്നത് കണ്ടു. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒട്ടും സഹിക്കുന്നില്ല ദീപ്തിക്ക്. എന്നിട്ട് ദീപ്തി ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി കുറേ നേരം ഇരുന്നു. അന്നേരം വാസുവൻ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. വാസുവനും ഭയങ്കര സങ്കടം. അപ്പോൾ രേണു ഇവിടെ ഇല്ല, അവൾ വീട്ടിൽ പോയെന്ന് വാസുവൻ പറയുക. ഈ വീട്ടിൽ അവൻ്റെ ഓർമ്മകളുമായിട്ട് ജീവിക്കാൻ അവൾക്ക് പറ്റുന്നില്ലെന്ന് അവൾ പറയുന്നതെന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയും. മാറി നിന്നിട്ടും കാര്യമില്ലെന്നൊക്കെ എനിക്കറിയാം. വിളിക്കുമ്പോൾ ഒക്കെ കരയാൻ മാത്രമേ അവൾക്ക് നേരമുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വാസുവൻ പറയുവാണ്. അവളെ ഞാൻ വിവാഹം കഴിക്കുമ്പോൾ വരുണിന് 5 or 6 വയസ്സാണെന്ന കാര്യവും അമ്മേ എന്ന് അവൻ അവളെ ആദ്യം വിളിച്ചില്ലെന്നൊക്കെ പറഞ്ഞ കഥകളൊക്കെ വാസുവൻ പറയാം. എന്നിട്ടും അവനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അങ്ങനെ കഥകളൊക്കെ വാസുവൻ പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം നേരത്തെ വരുൺ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ ദീപ്തിക്ക് അറിയുകയും ചെയ്യാമല്ലോ. ദീപ്തി അങ്ങനെ ഒക്കെ കേട്ട് അങ്ങനെ ഇരിക്കുക. അപ്പോൾ അന്ന് ഒരിക്കൽ അവൻ അമ്മയെന്ന് വിളിച്ച് കേക്ക് മുറിച്ച് വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞു എന്ന കാര്യമൊക്കെ വാസുവൻ പറയുവാണ്. അന്ന് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൻ ആദ്യമായി അവളോട് സോറി പറഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ദീപ്തി ഇരുന്ന് കരയുക. അത്രയും കാലം അമ്മയെ വേദനിപ്പിച്ചതിന് അതിൻ്റെ പശ്ചാത്താപമായിരുന്നു ആ സോറി, ആ കരച്ചിലെന്നൊക്കെ പറയുമ്പോൾ. അതിനുശേഷം അവൾക്ക് അവൻ സ്വന്തം മകൻ തന്നെ ആയിരുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുന്നു. ഇതൊക്കെ കേട്ട് ദീപ്തി ഇരുന്ന് കരയുക. പിന്നെ എപ്പോഴും അവൻ കൈവിട്ടു പോയെന്നും ഒരുപാട് തെറ്റുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരച്ഛനാ. അപ്പം മകനെ തിരുത്താൻ അവകാശമില്ലെന്ന് അവൻ്റെ യുക്തി അങ്ങനെ ആയിരുന്നു എന്നും പറഞ്ഞു. ആ യുക്തിക്ക് മുന്നിൽ ഞാൻ നിശബ്ദനായി പോയെന്നും എന്നോടുള്ള വാശി തീർക്കാനെന്നതുപോലെയാണ് അവൻ തെറ്റുകളിൽ നിന്നും തെറ്റുകളിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരുന്നതെന്ന കാര്യമൊക്കെ ഈ വാസുവൻ ഇങ്ങനെ ദീപ്തിയോട് പറയാം. പക്ഷേ അവൻ്റെ തെറ്റുകൾ അവൾക്ക് വിശ്വസിക്കാൻ പാടായിരുന്നു എന്നൊക്കെ വാസുവൻ ഇങ്ങനെ പറയാം. പിന്നെ അമ്മയുടെ മുന്നിലേക്ക് വരാതെ അവളെ കാണുമല്ലോ എന്നുള്ള ആ ഒരു പേടിയോടുകൂടി അവൻ എല്ലായിടത്തും ഒളിച്ചു നിൽക്കാൻ തുടങ്ങിയെന്നും നീ വന്നതിന് ശേഷമാണ് എല്ലാം മാറി മറിഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നതിന് ശേഷം അവൻ ഞങ്ങളെ കാണാൻ ഞങ്ങളുടെ 2 പേരുടെയും മുന്നിലേക്ക് വന്നെന്നും മനസ്സ് തുറന്ന് കരയാൻ എന്നും തോന്നുന്നുവോ അന്നേ അവൻ അമ്മയെ കാണാൻ വരൂ എന്ന് ഉറപ്പിച്ച് നടക്കുകയായിരുന്നു. അവൻ അവളിൽ നിന്ന് മാറി നടക്കാനുള്ള കാരണം അതായിരുന്നു എന്ന് അവൻ പറഞ്ഞു. അന്ന് അവൻ ഒരുപാട് കരഞ്ഞു. എന്നിട്ട് അവൻ ചോദിച്ചു, എന്നെ കരയാൻ പഠിപ്പിച്ച ഒരു പെൺകുട്ടിയുണ്ട്, അവളെ ഞാൻ ജീവിതത്തിലേക്ക് കൂട്ടിക്കോട്ടെ എന്ന്. ഇതൊക്കെ കേട്ട ദീപ്തി ഭയങ്കര കരച്ചിലാണ്. ആ നിമിഷം തന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ മരുമകളായി തീരുമാനിച്ചു കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും ദീപ്തിയുടെ കയ്യിൽ നിന്ന് പോയി പൊട്ടിക്കരയുക. പിന്നീടാണ് വേദയുടെ അനിയത്തിയാണ് നീയെന്നും വിക്രവും വേദയും തമ്മിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ നടക്കുകയാണെന്നുള്ളതൊക്കെ ഞാൻ അറിഞ്ഞതെന്നുള്ള കാര്യവും വാസുവൻ പറയുവാണ്. പക്ഷേ ആദ്യം അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടത് സത്യമാണെന്ന് തോന്നിയപ്പോൾ പിന്നെ ഞാൻ ആ തെറ്റിലേക്ക് പോകരുതെന്ന് കരുതി. പക്ഷേ ഒറ്റ രാത്രി കൊണ്ട് അവസാനം എല്ലാം അവൻ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാനൊന്നും പറഞ്ഞുകൊണ്ട് വാസുവൻ ഇങ്ങനെ ഇരുന്ന് ഭയങ്കര കരച്ചിൽ. അപ്പോഴേക്കും ദീപ്തി ഓടിച്ചെന്ന് വാസുവൻ്റെ കാലിൻ്റെ അവിടെ ഇരുന്നു. അച്ഛൻ കരയരുത്, പ്ലീസ് അച്ഛാ, കരയല്ലേ, ദേ അങ്ങനെ അതൊന്നും അല്ല അച്ഛാ സത്യമെന്ന് ദീപ്തി പറയൂ കേട്ടോ. അച്ഛനൊന്ന് പറഞ്ഞില്ലേ വരുണിനെ കരയാൻ പഠിപ്പിച്ചത് ഞാനാണെന്ന്? അല്ല, അതവൻ പറഞ്ഞത് മറ്റൊരാൾ ആരാണെന്ന് അച്ഛൻ അറിയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ വിക്രമേട്ടനായിരുന്നു എന്ന് വേദ വാസുവനോട് പറയുവാണ്. ഇതേ വാചകം വിക്രമേട്ടൻ എന്നോടും പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യവും ദീപ്തി വാസുവനോട് പറയാം. എനിക്ക് വിക്രമേട്ടനെ ന്യായീകരിക്കോ രക്ഷിക്കുകയോ ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ല അച്ഛാ. വരുൺ ഇല്ലാതാവാൻ കാരണം വിക്രമേട്ടനാണെങ്കിൽ എൻ്റെ ചേച്ചിയുടെ ഭർത്താവ് എന്നുള്ള ഒരു പരിഗണന പോലും ഞാൻ കൊടുക്കത്തില്ല എന്നും ദീപ്തി പറയുവാണേ. പക്ഷേ അച്ഛാ അതങ്ങനെയല്ല എന്ന് എൻ്റെ മനസ്സ് പറയുന്നു എന്ന് ദീപ്തി വാസുവനോട് പറയുവാണ്. അങ്ങനെ വിശ്വസിക്കുന്നത് വരുണിൻ്റെ ആത്മാവിനോട് ചെയ്യുന്ന ചതിയാണെന്ന് ആ പറയുന്നത് പോലെ എനിക്ക് തോന്നുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വാസുവൻ്റെ ആ കരച്ചിലൊക്കെ പോയി. വാസുവൻ ഇങ്ങനെ ഇതായിട്ട് എങ്ങനെ ഇരിക്കുക. ദീപ്തി എന്നിട്ട് വാസുവൻ്റെ മുന്നിലിരുന്ന് ചങ്ക് പൊട്ടി കരയുക. എന്നിട്ട് വാസുവൻ്റെ കാൽച്ചോട്ടിൽ ചെന്നിരുന്ന് അച്ഛാ, അതുകൊണ്ട് എനിക്കും വരുണിനും വേണ്ടി അച്ഛൻ ഒരു കാര്യം ചെയ്യണമെന്ന് ദീപ്തി വാസുവനോട് പറയുവാണേ. എന്താ? വിക്രമേട്ടനാണ് എന്ന് ഉറപ്പിക്കുന്നതിന് മുൻപ് ഒരാളെ അച്ഛൻ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ആരെ? പുളിക്കനെ അച്ഛൻ കണ്ടുപിടിക്കണം എന്ന് ദീപ്തി പറയാം. യഥാർത്ഥ കൊലപാതകി ആരാണെന്ന് അയാൾക്കേ അറിയൂ എന്ന കാര്യം പറയുക. പുളിക്കൻ എന്ന് പറയുന്ന ആൾക്ക് മാത്രമേ അറിയുള്ളൂ എന്ന കാര്യം വാസുവിനോട് പറയുക ദീപ്തി. വിക്രമേട്ടൻ തന്നെയാണെന്ന് പുളിക്കൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ പിന്നെ
എന്തു വേണമെന്ന് അച്ഛൻ തീരുമാനിച്ചോളാൻ ദീപ്തി പറയുക. ഒരു തടസ്സം കൊണ്ട് ഞാൻ വരില്ല എന്നും ദീപ്തി വാസുവിനോട് പറയുമ്പം മോൾക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ടോ എന്ന് വാസുവനോ ദീപ്തിയോട് ചോദിച്ചു. വരുണിനെ ഒരിക്കലും തെറ്റ് ചെയ്യില്ല എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയിരുന്ന അതേ വിശ്വാസം വിക്രമേട്ടൻ അത് ചെയ്യില്ല എന്ന് വേദേച്ച് പറയുമ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് എന്ന് ദീപ്തി പറയുവാണ്. അത് പോരെ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ വാസുവൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുക. അയാളിങ്ങനെ ഇരുന്ന് തലയാട്ടുന്നേ. എന്തായാലും ഇത് സമയത്ത് പിന്നെ കാണിക്കുന്നത് ശ്രീകാന്തിനെയും അതുപോലെ ശ്രീകാന്തിൻ്റെ അമ്മായച്ചനെയാണ്. അപ്പോൾ ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞു. അപ്പോൾ എങ്ങനെ അച്ഛനത് അറിഞ്ഞെന്ന് ശ്രീകാന്ത് ചോദിച്ചു. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ എപ്പോഴും ഒരു കാര്യമുണ്ട്, ഏത് ഗ്രൂപ്പാണെങ്കിലും എത്ര വലിയ സംഘടനകളായാലും അതിനുള്ളിൽ ഒറ്റുകാരുണ്ടായിരിക്കും എന്നുള്ളത്. അതൊരു സത്യമായ കാര്യമാണെന്ന് അച്ഛൻ മോനോട് പറഞ്ഞു കൊടുക്കുക, മറ്റേ ആൾ വിളിച്ചു പറഞ്ഞ കാര്യം. അപ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രതീക്ഷകളുള്ള എന്നാൽ ഒന്നും നേടിയെടുക്കാൻ പറ്റാത്ത, അതിന് തടസ്സം ആ നേതാവ് മാത്രമാണ് എന്ന് വിചാരിക്കുന്ന ചില ആളുകൾ, അപ്പോൾ അയാളെ സ്പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ രക്ഷപ്പെട്ടു. അങ്ങനെ ഒരാൾ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ജോണി വാസുവൻ്റെ കൂടെ എന്തിനും പോകുന്ന ഒരാൾ, വിശ്വസ്തനാണെന്നൊക്കെ പറഞ്ഞ് ഇയാളെല്ലാം പറയാം. അപ്പം അത്ര വിശ്വസ്തനാണെങ്കിൽ നമുക്ക് തിരിച്ചു പണിയാവോ എന്നൊക്കെ ശ്രീകാന്ത് അന്നേരം ചോദിക്കുക. അധികാരമോഹി അതുപോലെ നിരാശാഭരിതരമായിട്ടുള്ള വിശ്വസ്തന്മാരാണ് എല്ലാ കാലത്തും എല്ലാ അട്ടിമറികൾക്കും കൂട്ടുനിന്നിട്ടുള്ളതെന്നും കേരള രാഷ്ട്രീയത്തിൽ മാത്രമല്ല ലോക ചരിത്രത്തിൽ പോലും യൂട്യൂബ് ബ്രൂട്ടസ് എന്നും ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള അനുയായിയോടാണ് സേസറിന് ചോദിക്കേണ്ടി വന്നതെന്നൊക്കെ ഇയാൾ ശ്രീകാന്തിന് പറഞ്ഞു കൊടുത്തു. ദിവസങ്ങൾക്ക് മുൻപ് ജോണിയുമായി ഞാനൊരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നെന്നും കുറച്ച് പണം അഡ്വാൻസ് എന്നതുപോലെ ഞാൻ അയാൾക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ള കാര്യവും പറയാം. വരുണിൻ്റെ കൊലപാതകയെ കണ്ടെത്താൻ വാസവൻ നടത്തുന്ന ശ്രമം അറിയണം എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ഉദ്ദേശമെന്നും പറയണു. വിക്രമല്ല അതെന്ന് എങ്ങാനും അയാൾക്ക് തോന്നിയാലോ എന്നുള്ളൊരു സംശയം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അങ്ങനെയാണ് ദീപ്തി അയാളെ ചെന്ന് കണ്ടു എന്ന കാര്യം ഞാൻ അറിഞ്ഞത്. എന്നാലും അവളെ അതിന് പ്രേരിപ്പിച്ചത് ആരായിരിക്കുമെന്ന് ശ്രീകാന്ത് ചോദിക്കുക. തനിയെ അങ്ങനെ ഒരു തോന്നൽ എന്തായാലും അവൾക്ക് ഉണ്ടാവുമോ, അത് നമ്മൾ കണ്ടെത്തണമെന്ന് പറഞ്ഞു. പക്ഷേ അവൾ ചെന്ന് പറഞ്ഞത് പുളിക്കൻ്റെ കാര്യമാണെന്ന കാര്യം പറയുക. പിന്നെ പുളിക്കൻ എവിടെയാണെന്ന് കണ്ടെത്തിയാൽ വരുണിൻ്റെ കൊലപാതകി ആരാണെന്ന് അറിയാമെന്നും അതുപോലെ അതിനുശേഷം മാത്രമേ അത് വിക്രമല്ല എന്ന് വിശ്വസിച്ചാൽ മതിയെന്നുമായിരുന്നു അവളുടെ മറുപടി. അത് കേട്ടപ്പോൾ ശ്രീകാന്ത് വല്ലണ്ടേ അതിനു മുൻപ് പുളിക്കനെ നമ്മുടെ കയ്യിൽ കിട്ടണം എന്നൊക്കെ പറയുമ്പം അയാളെ കാര്യം കഴിഞ്ഞപ്പോൾ തന്നെ ഇല്ലാതാക്കിയാൽ മതിയായിരുന്നു എന്ന് ശ്രീകാന്ത് പറയാം. നമ്മൾ നീട്ടിവെച്ച പ്രശ്നം എന്ന് പറയുമ്പം ഇനിയും ചെയ്യാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പം അവൻ എവിടെയാണെന്ന് അറിയണ്ടേ എന്ന് ചോദിച്ചു. അതിനാണ് ജോണി ഉള്ളതെന്നുള്ള കാര്യം പറയുക. പിന്നെ വാസുവൻ പുളിക്കനെ കണ്ടെത്താൻ എന്ത് ദൗത്യം ഏർപ്പെടുത്തിയാലും അതിൽ ജോണി ഉണ്ടാകുമെന്ന കാര്യം പറയുവാണ്. അത് ശരിയാ. വാസുവൻ പുളിക്കൻ്റെ അടുത്ത് എത്തുന്നതിന് മുൻപ് പുളിക്കൻ നമ്മുടെ കൈകളിൽ എത്തിയിരിക്കണം എന്നുള്ള കാര്യമൊക്കെ ഇയാൾ ശ്രീകാന്തിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ രണ്ടെണ്ണങ്ങളും കൂടെ ചെകുത്താൻ്റെ കണ്ണുകളും ചിന്തകളും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാസുവൻ്റെ കൂട്ടാളി ജോണിയും വാസുവിനും കൂടെ ചേർന്ന് ജോസഫിനെയും അതുപോലെ അനിയൻകുട്ടനെയും രാജേട്ടനെയും വിളിച്ചു. എന്നിട്ട് അവരെ വിളിച്ച് ചോദ്യം ചെയ്യുക, പുളിക്കൻ എവിടെയാണ്, എന്താ സംഭവം എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ഇവരോട് വിവരങ്ങളെല്ലാം ചോദിക്കാം. നിങ്ങളുടെ സഹായമില്ലാതെ വിക്രം അവിടുന്ന് രക്ഷപ്പെടില്ല, അതുപോലെ തന്നെ വിക്രത്തിന് ഇരുട്ടത്തിരിക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ഇതൊക്കെ പറയാം. അപ്പോൾ അവൻ ആദ്യം ഒളിച്ചിരുന്ന സ്ഥലം ഞങ്ങൾക്കറിയാം, നിങ്ങളത് കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. അവൻ്റെ പുറകെ സാറന്ന് പോയതല്ലേ എന്ന് ജോസഫ് ചോദിച്ചു. എന്നിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു. അന്ന് അവന് വെടിയേറ്റു എന്നുള്ളത് എനിക്ക് ഉറപ്പാണെന്നും ആ മുറിവും വെച്ച് അവൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോകണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം കിട്ടണം എന്നൊക്കെ വാസവും പറഞ്ഞപ്പോൾ അത് ഞങ്ങൾ ആരും അല്ല സാറേ, അതിനെപ്പറ്റി ഞങ്ങൾക്ക് ഒരറിവില്ല എന്ന് പറഞ്ഞ അനിയൻകുട്ടൻ. ശരി, അവനാണ് എൻ്റെ മകൻ്റെ മരണത്തിന് പിന്നിലെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ല സാറിൻ്റെ മകൻ്റെയും വേദയുടെ അനിയത്തി ദീപ്തിയുടെയും വിവാഹം നടത്തണമെന്ന് അവൻ കാര്യമായിട്ട് ആലോചിച്ചിരുന്നതാണെന്നുള്ള കാര്യം ജോസഫേട്ടൻ അന്നേരം പറഞ്ഞു. ആ പുളിക്കനെ കണ്ടെത്തിയാൽ എന്താണ് ശരിക്കും നടന്നതെന്ന് നമുക്ക് കണ്ടെത്താമായിരുന്നു എന്നും ഞങ്ങൾ അന്നേ പറഞ്ഞതാ, ഞങ്ങളും ശ്രീനി സാറും കുറേ തിരയുകയും ചെയ്തതാണെന്നൊക്കെ ജോസഫ് പറയുമ്പോൾ അവൻ ഏത് പൊത്തിൽ ഒളിച്ചാലും നമുക്കവനെ പുറത്ത് ചാടിക്കാം, പക്ഷേ അത് വിക്രത്തെ രക്ഷിക്കാനുള്ള കളി മാത്രമാകരുതെന്ന് ഈ വാസവും പറയുമ്പം ഇല്ല സാറേ, സത്യത്തിൽ സാറ് വരാൻ പറഞ്ഞ് വിളിപ്പിക്കുന്നതിന് തൊട്ട് മുൻപ്
അപ്പോൾ ഒരു കാര്യം ഉണ്ടായിരുന്നു, അതും കൂടെ സാറിനോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്നുള്ള കാര്യം ഇങ്ങനെ ഇവർ പറയാം. പുളിക്കൻ്റെ ഫോട്ടോയും ഡീറ്റെയിൽസും അപ്പോൾ ഞങ്ങൾ ചില സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിരുന്നെന്നും അപ്പോൾ വളരെ പ്രയാസപ്പെട്ട് അപ്പോൾ അത് ഇന്ന പോലെയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയാം. അപ്പോൾ അങ്ങനെ വരുണിൻ്റെ പേര് വിവരങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പം ഇല്ല സാറേ അതൊന്നും ഉണ്ടായിരുന്നില്ലെന്നും ഇതാണ് മാറ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരത് കാണിച്ചു കൊടുക്കാം. ഒരു തവണ എനിക്ക് തന്നെ ഇത് അയച്ചു തന്നതാണെന്നൊക്കെ പറയാം. അങ്ങനെ അതെ സാറേ, പക്ഷേ ഇന്നലെ രാവിലെ അതിലൊരു ഫലം ഉണ്ടായിട്ടുണ്ട് സാറേ എന്നൊക്കെ പറയാം. അപ്പോൾ നാഗർകോവിൽ ഭാഗത്തു നിന്ന് ഇന്നലെ ഒരാൾ വിളിച്ചിരുന്നു എന്നും അപ്പോൾ പുളിക്കനെ പോലെ ഒരാൾ അപ്പോൾ ആളുകൾക്കിടയിൽ അവിടെ വന്നു പോയി എന്ന് പറഞ്ഞു പറഞ്ഞപ്പോഴത്തേക്കും ജോണി ചെവിവട്ടം പിടിക്കാം. അപ്പോൾ ഞങ്ങൾ ശ്രീനി സാറിനോട് പറയാൻ നിൽക്കുമ്പോഴാണ് സാറ് വിളിപ്പിച്ചത്. അപ്പോൾ എന്നാൽ ഇനി ഇത് ശ്രീനി സാറിനോട് പറയാൻ നിൽക്കണ്ട, അവൻ എനിക്ക് തന്നെ വേണമെന്ന് വാസുവൻ പറയുന്നു. ആ തൊട്ടടുത്ത നിമിഷം ജോണി എന്ന് പറയുന്നതിന് ഇങ്ങനെ ചെവിയും വട്ടം പിടിച്ചിങ്ങനെ നിൽക്കുക. എന്നാൽ പിന്നെ ഒത്തിരി വൈകിക്കേണ്ട, നാളെയോ മറ്റന്നാളോ പെട്ടെന്ന് തന്നെ പുറപ്പെട്ടേക്കാൻ പറയാം. ജോണി ഇതെല്ലാം കേൾക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണില്ലേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ടാറ്റാ.